എടാ പിന്നെ കൂടുതൽ പ്രശ്നം ഉണ്ടാക്കണോ? കാസർഗോഡ് ഒരു ബൈക്ക് ഉണ്ടായിരുന്നേ. अब कैसे बचा रहा घंटे ഇത് എവന്റെ വീടായിരുന്നു. पता नहीं किसी घर में जा रखे हैं എനിക്കറിയാളോ അവിടെ. ये कौन होंगे? इसके पापा होंगे? അതുവരെ ഇവിടെ ഇരിക്കാനാ പറഞ്ഞു. पता नहीं शायद അച്ഛനെ കിടക്കണോ? വാർഡില് വേണം उसके डैड है. വേണ്ട, ഞാനിവിടെ ഇരുന്നോളാം. उसके डैड को अबे അച്ഛന് ഗ്യാസ് ആണെന്ന് തോന്നുന്നു. ചായയോട് കഴിഞ്ഞല്ലോ കൂടി. अबे മൊത്തം കേൾക്കും. उसे पापा खड़े हो रहे हैं. നിനക്കറിയാം ഇവരാരൊക്കെയാണ്? അവക്കറിയാലോ. എന്റെ ചങ്സ് അല്ല, നിനക്ക് വേണ്ടി എന്റെ കൂട്ടുകെട്ടൊന്നും കളയാൻ പറ്റത്തില്ല. എന്റെ വീട്ടുകാര് പറഞ്ഞിട്ട് കേട്ടിട്ടില്ല. ചേട്ടാ, എനിക്ക് തലകാല ബോധമില്ല. उसे पता है इसके पापा है. നീ എന്നെങ്കിലും നിന്റെ പ്രശ്നം അനലൈസ് ചെയ്തിട്ടുണ്ടോ? अबे क्या क्या उन सब सच्चाई बता दी. ഇന്നലെ എനിക്ക് മുഴുവനും പറയണം. നിനക്കറിയുള്ള പ്രശ്നം എന്താണ്? ഇവളുടെ തന്തയ്ക്ക് കൊറേ കാലം അതിനു വേണ്ടിയാണ് ഇവൾ ഈ കോലം കെട്ടിക്കൊണ്ട് നടക്കുന്നത്. ആണാതിനും പെണ്ണാതിനും നോക്കോടി, ലുക്ക് മാത്രം ഒന്നും മാറ്റിട്ട് കാര്യമില്ലടി. അമ്മാവൻ പറ എന്തൊക്കെ ആൺകുട്ടിന്നും പറഞ്ഞിട്ട് അവള് നടക്കുക. ठीक है बोल रहा हो. നീ പറഞ്ഞ എല്ലാ മണ്ടത്തരത്തിനും ഞാൻ കൂട്ടു നിന്നിട്ടില്ലോടി. നിനക്ക് വേണ്ടി ഞാൻ എല്ലാം മറക്കണല്ലോടി. എന്റെ ഫ്രണ്ട്ഷിപ്പ് കളയണല്ലോടി. ഇല്ല അച്ഛൻ ഇത്രയും നാൾ കരുതിയിരുന്നത് നീ എനിക്ക് വേണ്ടിയാ ജീവിക്കുന്നതെന്ന് ഞാനിപ്പോഴാണ് അറിഞ്ഞു. ഞാനങ്ങനെയൊന്നും എനിക്കെൻ്റെ മോളെ മനസ്സിലാക്കാൻ പാവം പയ്യനല്ലേ. ഞാൻ ഹാപ്പിയാണ്. इधर मेरे को हो गया मेरे को ഹാപ്പിയാ അത്രേ ഉള്ളൂ. ഇനി ഇവനോടൊക്കെ അവളോട് പറഞ്ഞ് അവൾ अब ये जा रहा है. अब इसके बारे में ना 10 മണിക്ക് അവള് പറഞ്ഞ അവരുന്ന എനിക്ക് बस स्टॉप पे जा എനിക്ക് रहे हैं. അവളെ അന്നേരേ സംശയം ഉണ്ടായിരുന്നു. ഹലോ. നിനക്ക് രാത്രി 10 മണിക്ക് എന്ത് പരിപാടി? എന്താ സംഭവം അറിയാൻ വേണ്ടി ചോദിച്ചെന്നേ ഉള്ളൂ. अच्छा इसको बुला रहा हो कोटाई के लिए. ഞാൻ അങ്ങോട്ടുമില്ല, ഞാൻ ഇവിടെ തന്നെ ഉണ്ട്. चला गया बाकी. अच्छा ये वो लड़का वापस चला. ഇതിലുണ്ടാക്കാൻ ഞാൻ ഇറങ്ങി വന്ന ये विष्णु ഫ്രണ്ട്സ് ആണല്ലേ? ഇതാ ജോ. ഞാൻ മൂസ. റീത്തേട്ടെന്താ? റീത്തേന്റെ ഏറ്റവും क्लोज फ्रेंड है. अच्छा ബുക്കാടാ. ബുക്ക് തരാം. എന്നാ പിടി. കാശി നിന്റെ കണ്ണാടി बस जोसेफ
ये भी इसमें अच्छा पुलिस वाला है ये। पुलिस वाला है इसको क्यों पकड़ रहा है वो ओ നീ നിൽക്കുന്ന ഈ സ്ഥലവും ആ പുള്ളര് അവരെ കയ്യിരിക്കുന്ന സാധനങ്ങളും ഈ ബസ് സ്റ്റാൻഡും എന്തിന് उसके हाथ में रोड आगे पुलिस में मैं सबको दंगा कर रहे हैं എനിക്കല്ലേ സാറേ എനിക്കറിയില്ല സാർ ഇതൊക്കെ എന്താണെന്ന് ये भैंस गांजा है उसके बैग में എന്താ ഇത് ജീരകമുണ്ട് जीरा അല്ല വേറൊന്നും लड़की गांजा लेती है शायद है? वो तो बुक दे रहा था वो बुक के अंदर रहा होगा शायद ഒന്നും എനിക്ക് കമ്പനിയില്ല എന്നെ എന്തിനാ എന്റെ ഇടയിൽ കൂടി നിർത്തിയേക്കുന്ന സാറേ ഇവനെന്റെ കുഞ്ഞുമാടെ മോനാണ് സാറേ ആ ഇവനെ नहीं वो लड़का क्या है जो दे रहा था जिसका पहले इसने हाथ पकड़ा था वो नहीं आया शायद इसमें ഹാഷർ ആ ഇദ്ദേഹത്തിനെ അറിയാം ഇവിടെ നമ്മുടെ നാട്ടിലുള്ള വ്യക്തികളാട്ടോ अच्छा यही था शायद यही था यही है वहाँ यही तो था हाँ यही तो था वो हाँ इसी तो था वो। ഇല്ല കിഴക്കന്മാരാണ് എന്താണെന്നറിയാം ഇതെങ്ങനെയെങ്കിലും സെപ്പറേറ്റ് ആക്കി തന്നെ എനിക്ക് അല്ലെങ്കിൽ അമ്മ അല്ല ഇതിങ്ങനെ ओ पुलिस स्टेशन में आ गए सब उनके डैड पहले स्कूल में आते थे हमेशा आज वहाँ आ गए पुलिस स्टेशन में ഇവന്മാരൊക്കെ ആരാണെന്നറിയാമോ? ഞങ്ങളുടെ പിള്ളേരാ സാർ. അല്ല അതൊക്കെ തന്നെ സാർ എല്ലാവരും ഞങ്ങൾക്ക് അറിയത്തില്ല, പക്ഷെ ബാക്കിയുള്ളൊരു പുതിയ അഡ്മിഷനാണെന്ന് തോന്നുന്നു. അഡ്മിഷൻ കിട്ടാത്തവർ അല്ലാതെ മുട്ട മേടിച്ചവന്മാരെന്നല്ല ഇങ്ങോട്ട് മാറി कॉलेज वाले थे സാറേ ഇതെനിക്ക് പറ്റിയത് എന്റെ നിന്റെ ഒന്നല്ല പേര് പറയണം. अब्दुल कलाम ഉമ്മാര് കാണിക്കുന്ന പോക്കർത്തരം കണ്ട 1ാം ക്ലാസ് ഉമ്മാർ രണ്ടുപേരും തുടങ്ങിയ പ്രശ്നമാണ്. വിളിച്ചോണ്ടൊന്ന് കാണിക്കും. ഇവനെയൊക്കെ ഉണ്ടാക്കിയ നേരത്തെ ഒരു വാഴ വെച്ചാ മതിയായിരുന്നു. അയ്യോ സാറേ, ഞാൻ ഉദ്ദേശിച്ച് പറഞ്ഞല്ല സാറേ. ആ മനസ്സിലായി മനസ്സിലായി. എന്റെ അച്ഛൻ ഇടയ്ക്കിടയ്ക്ക് പറയായിരുന്നു അച്ഛൻ വെച്ചാൽ ഏറ്റവും മോശം വാഴ ഞാനായിരുന്നു. പഠിപ്പിക്കുന്നത് ആ വിചാരം ഉമ്മാർക്ക് വേണ്ട സാറേ. ഒരു എഞ്ചിനീയർ ആവാൻ എനിക്കേ പറ്റില്ല സാർ. എന്റെ മകളിലൂടെ എനിക്ക് അത് സാധിക്കാന്ന് വിചാരിച്ച इंजीनियर बनना चाहता था बेवकूफ ना എക്സാം എഴുതായിരുന്നില്ലേ? 3 എഴുതി സാർ. ये वैसे था पढ़ाई में ആണ് സാറേ. സാറ് വർഷങ്ങളോളം കഷ്ടപ്പെട്ട് പട്ടിണി കിടന്ന് 3-4 കിലോമീറ്റർ മുണ്ടും മുറുക്കി നടന്ന് സ്ട്രീറ്റ് ലൈറ്റിന്റെ അടിയിലിരുന്ന് കഷ്ടപ്പെട്ട് പഠിച്ച് വന്ന ആളാണെന്ന്. उसकी तारीफ कर നന്ദി സാറേ. എടോ എല്ലാ തന്തമാരും ഇതൊക്കെ തന്നെയാണ് കുറെ കാലങ്ങളായിട്ട് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ഇത്രയും തോൽവികളായ യോപാരാണ് സാർ സപ്പോർട്ട് ചെയ്യണത്. ഇവിടെ അച്ഛന്മാരുടെ വിഷമം കാണാൻ ആരുമില്ല സാറേ. ഊണ് ഉറക്കില്ല, രാപകൽ അധ്വാനിക്കുന്നില്ലെന്നറിയോ? എന്നെ പറഞ്ഞ
സാറേ ഇവിടെ ഒരാൾക്ക് ഞങ്ങൾ പിള്ളേരെ മനസ്സിലാകുന്നില്ല. 24 മണിക്കൂറും പഠിക്കാൻ കഴിവില്ലാത്തവർക്കൊന്നും ഇവിടെ ജീവിക്കണ്ടേ? വിചാരിക്കും നമ്മളെക്കാളും ബെറ്റർ നമ്മളെ മുന്നിലിരിക്കുന്ന മിഡിൽ ബെറ്റേഴ്സ് എന്ന്. അവന്മാരുടെ അവസ്ഥ നമുക്ക് മാത്രം അറിയാവും. അതെ, അവന്മാർ ഒന്നഴിപ്പേ ബാക്കി പോവും. ആഞ്ഞു പഠിച്ചാൽ അവർ മുന്നിലെത്തി. യൂണിവേഴ്സിറ്റി ഫസ്റ്റ് ആക്കാന്നാണ് ഇപ്പൊ അവള് കഷ്ടപ്പെടുകയാണ്. ഈ പ്രശ്നം കാരണമാണ് പലതവണ വീട്ടിൽ നിന്ന് ഇറങ്ങിപ്പോലും ചാവാനൊക്കെ എനിക്ക് തോന്നിപ്പോ. നമ്മള് കേട്ടല്ലോ, പഠിക്കാൻ പറ്റുന്നവരൊക്കെ പോയി പഠിക്കും, നോക്കാൻ പറ്റുന്നവരൊക്കെ നോക്ക്. സാറേ ഞങ്ങള് ഇറങ്ങടാ വെളിയിൽ. ഇവിടെ പെട്ടെന്ന് ഇറങ്ങി പോയിട്ടുള്ള കേസ് മറന്നില്ലേ? താങ്ക് യു സർ. നിങ്ങൾ എൻ്റെ അച്ഛനെ കണ്ടിട്ടില്ലല്ലോ? ഇല്ല. കലിപ്പൊന്നുമില്ല. ചെല്ല്. भेजिए एक को राइट रन दिया वहाँ. अच्छा उनके पापा वही हैं अभी. पता नहीं घर में क्या क्या होगा. എങ്ങോട്ടാ? അകത്തോട്ട്. ഡോർ അടക്കടാ. अबे गाड़ी में भी नहीं बैठा था. കണ്ടമായി ഇനി നിന്റെ തലവട്ടം എന്റെ വീടിന്റെ പരിസരത്ത് പോലും घर से निकाल കണ്ടുപോകും. दिया उसे. बाकी तो चले गए अपने घर. इसको तो घर से निकाल दिया. ये कहाँ जाएगा? इसके पापा ठीक है. എനിക്ക് വണ്ടിയുടെ ചാവി ഒന്ന് വേണമായിരുന്നു. എന്തിനാടാ? വിഷ്ണുവിനോട് വിളിക്കാൻ. कहाँ छोड़ेगा विष्णु को? उसको नहीं आता. ഹലോ ഹാഷിന, ഞാനാ. ഇവിടെ ഒന്നും ഇല്ല. അവനെ വിളിച്ചിട്ട് കിട്ടണല്ല. പോലീസ് സ്റ്റേഷൻ നോക്കിയിട്ട് അവിടെ ഇല്ല. വാ നോക്കാം. എടാ അവിടെ നോക്കിയാലോ? अच्छा वहाँ चढ़ा हुआ है पे चला गया ഇതിനൊന്നും കാണണ്ട. साइड करने के लिए. എടാ ചാടല്ലേ, പോ. ഞാൻ ചാടൂടാ. ഞാൻ ഒരു തോൽവിയാണ്. എന്നാ നിങ്ങൾ കയറുക. എടാ കോപ്പേ, നീ എങ്ങനെ എന്റെ മേലത്തെ താഴത്തോട് ചത്ത? പോലീസ് നമ്മളെ പേരിൽ അന്വേഷിക്കും. ജീവിക്കണ്ട. എടാ നമ്മളെല്ലാരും നിന്റെ കൂടെ ഇല്ലേ? നീ ഒന്ന് താഴെ ഇറങ്ങി വാ. ഇല്ല. എടാ നീ എങ്ങാനും അവിടുന്ന് അല്ല 10 ലക്ഷം രൂപ പോയി കിട്ടൂടാ. അവസാനം നീ രക്ഷപ്പെടാതെ വല്ല കോമ സ്റ്റൈൽ എങ്ങനെ ആയിപ്പോയത്? മറക്കും. ആർക്ക് നഷ്ടം? നിനക്ക് നഷ്ടം. വാ വാ വാ. എടാ നിന്റെ വീട്ടിലെല്ലാം പറഞ്ഞ് നമുക്ക് സെറ്റ് ആക്കാം. നീ ഒന്ന് താഴെ വാ. അവിടെ ഒരു കോപ്പ് സെറ്റ് ആവാൻ പോണില്ല. ആളെ ഇത്രയും പറഞ്ഞിട്ട് നിനക്ക് मत नहीं आती नहीं. रहेगा कहाँ वो? क्या पता किसी दोस्त से घट जाए. നിങ്ങൾ വരണ്ട. ഇനി ഇത് അച്ഛനെ വെറുതെ घर ही आ गया. ഞങ്ങളും വരടാ. ഇവിടെ വേണ്ട. എനിക്ക് പറയാനുള്ള ഞാൻ ഒറ്റയ്ക്ക് പറയാം. നീ ചിലപ്പോ കറങ്ങി അടിക്കും. പ്രശ്നമൊന്നും ഉണ്ടാവില്ല ജോലി. वो चला गया घर. पता नहीं क्या होगा. ഒന്ന് പതുക്കെ പറ, നാട്ടുകാരെ കേൾക്കും. മുമ്പ അമ്മ കഞ്ഞെടുത്ത് തരാം. എന്നിട്ട് നാണമില്ലാതെ കയറി വന്നിരിക്കുന്നു. അച്ഛൻ ഞാൻ ഒന്നും അറിഞ്ഞുകൊണ്ട് ചെയ്തിട്ടില്ല. എനിക്ക് അതിനകത്ത് എന്താണ് ഇവിടെയല്ല അറിയോ? അങ്ങനെ പറയരുത്. അവൻ പറഞ്ഞില്ല അവനൊരു അബദ്ധം പറ്റിയതാന്ന്. ആരെങ്കിലും ഒരാൾ മതി
ജീവനോടെ ഈ വീട്ടിൽ. നിങ്ങൾ എന്താ പറയുന്നത്? അവൻ നമ്മുടെ മോനല്ലേ? നിനക്കിട്ട് ആദ്യം തരേണ്ടത് നീ ഒറ്റ അവനോട് മിണ്ടു. ഞാൻ ഇനിയും മിണ്ടു. അത് നിനക്കെന്നെ അടിക്കണോടാ? അവനെന്നെ അടിക്കട്ടെ, നീ അവിടെ മാറിയിരിക്കും, അവൻ അടിക്കട്ടെ. എന്താ अरे इसको सेकंड तो नहीं जा रहा ऐसे ही हमें। अबे ओ अरे ये हॉस्पिटल आ गया। ഡോക്ടർ ഒന്നും ഇതുവരെ പറഞ്ഞില്ല. ഇന്ന് കണ്ടോ, അന്ന് തീർന്നു. उनको दोष दे रहा हो पाएंगे കൂടെ കൂടി നശിക്കണ്ടെന്ന് കരുതി അകത്ത് എന്ന് അതോടെ തീർക്കാൻ പറവന്മാരോട്. उन लड़कों को ही दोष दे रहा हो। നീയേ നശിച്ചു, മറ്റു പിള്ളേരുടെ ജീവിതവും കൂടെ നീ നശിപ്പിച്ചല്ലടാ. ഞാനല്ല പാപ്പ. इसके बाबा ठीक है मोटे के അവന് വേറെ കുഴപ്പമൊന്നുമില്ല. പിന്നെ നീ എന്തിനാ കരയുന്നത്? ठीक है खड़ा आ गया गुस्से से। അവനിഷ്ടമുള്ള കേട്ടോ. अब कोई प्रेशर नहीं डालेंगे। अब सब अलग अलग हो गए। उधर से पंखे पे लटक गया है। ले आ रहे क्या वो एग्जाम देने आ रहे हो? कॉलेज में है तो ना। तो देख भी नहीं रहा वो। एग्जाम देने आ रखे हो या फिर उससे ले आ रहे हो? एग्जाम देने आ रखे हैं। लैपटॉप रिजल्ट आ रहा है। अच्छा रिजल्ट देख रहे हैं। फेल हो गया। फेल सब फेल हो गए भयंकर। ഈ റിസൾട്ട് നീ പ്രതീക്ഷിച്ചിരുന്നോ? എല്ലാത്തിനും പോയോ? ആ മുഴുവൻ പോയിട്ടില്ല അല്ലേ?
കടത്തിട്ടും പേടിപ്പിച്ചിട്ടും കാര്യമില്ല കേട്ടോ. അവൻ പഠിച്ചാലേ അവൻ ജയിക്കുള്ളൂ. ഇനി इंजीनियर बनाना चाहते थे जबरदस्त। सही तो कहा उसने, बंदे को ट्रस्ट नहीं करने से कुछ नहीं होगा। जब तक वो पढ़ाई नहीं करेगा तो पास नहीं होगा। അവന്റെ ഒരു കൂട്ടുകാരൻ ബൈക്കിൽ നിന്ന് വീണു. ആര്? അജോയോ? एक बाइक से गिर गया। सही गिरा बाइक से। ഇടാൻ പറ്റില്ലല്ലോ, കാലൊടിഞ്ഞില്ലേ. ഇനിയിപ്പോ ആ ബൈക്ക് എനിക്ക് തന്നെ